ഫൈനലി ഞാൻ കണ്ടെത്തിയ ടെലിഗ്രാം മാഫിയയുടെ പിന്നിലുള്ള ആളുടെ ശബ്ദം, മൈൻഡ് സെറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ആളുടെ ന്യായീകരണം എന്താണെന്നൊന്ന് കേൾക്കാം. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോണ്ടന്റ് ഒക്കെ ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കുറച്ചധികം സീരിയസ് ആണ്. ഒരു പക്ഷേ നിങ്ങളോ ഞാനോ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് നമ്മുടെയൊക്കെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അതുവഴി നമ്മൾ എടുക്കുന്ന ഫോട്ടോകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ കാണിച്ച വ്യക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും, വേദലക്ഷ്മി കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ കുറേ കണ്ടെത്തലുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവരുടെ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഇന്ന് ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതും കൂടെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നിങ്ങളൊരു പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവാം. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ആ ഇൻ്റർവ്യൂ കൂടി വെച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഒപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഫോണിൽ എടുത്ത ഫോട്ടോസ് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ ഫോണിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പാട്രിയോട്ട് സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ഫോൺ എത്രമാത്രം സുരക്ഷിതമാണ്, സുരക്ഷിതമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമ്മുടെയൊക്കെ ഫോൺ ഇത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടുമോ? നമ്മുടെ ഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ, നമ്മളെടുക്കുന്ന ഫോട്ടോസ് നമ്മൾ പോലും അറിയാതെ മറ്റു പല ആൾക്കാരുടെയും കയ്യിലേക്ക് പോകുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സംശയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ലക്ഷ്മിയുടെ കണ്ടെത്തലുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേദലക്ഷ്മിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. അതോടൊപ്പം ഇവർ ഒരാളോട് സംസാരിക്കുന്നുണ്ട്. പല ടെലഗ്രാം ഗ്രൂപ്പുകളിൽ കൂടിയും ഈ ഫോട്ടോകൾ കച്ചവടത്തിന് വേണ്ടി വച്ചേക്കുന്ന ഒരാളുമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. ആ ഓഡിയോ നമുക്കൊന്ന് മുഴുവനായിട്ട് കേൾക്കാം. ഫൈനലി ഞാൻ കണ്ടെത്തിയ ടെലിഗ്രാം മാഫിയയുടെ പിന്നിലുള്ള ആളുടെ ശബ്ദം, മൈൻഡ് സെറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ആളുടെ ന്യായീകരണം എന്താണെന്നൊന്ന് കേൾക്കാം. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോണ്ടന്റ് ഒക്കെ ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാർ. വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് വാങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ഈ മോഡലത്തിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നീട് പൈസ തികയാണ്ടായപ്പോൾ, പൈസ ഇല്ലാണ്ടായപ്പോൾ, അതായത് പല മോഡൽസും വലിയ എമൗണ്ടിന് 4000 ഒക്കെ വെച്ചിട്ടാണ് അവർ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങണു. അപ്പൊ എല്ലാരും കൂടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊന്ന് കണ്ടു എല്ലാരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഒരുമിച്ചിടുമ്പോൾ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി. സത്യം പറഞ്ഞ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് വിട്ടുപോയതാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണത്തരവാദിത്തം ഞാനല്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും എനിക്ക് ലീക്ക് ചെയ്യാനുള്ള ആക്സസോ കാര്യങ്ങളും ഇല്ല. ലീക്ക് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ മാഡം, ഇത് പൈസക്ക് അല്ലാണ്ട് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. ഇപ്പൊ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളും ആണ്. അല്ലാണ്ട് അവർക്ക് പൈസയും കാര്യങ്ങളല്ല. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയിട്ട് ഞാൻ അങ്ങനെ പിന്നെ അടുത്തത് സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട്, മോഡൽ എടുത്ത് എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഞാൻ അടുത്ത് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് എന്നിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അന്ന് മാഡം എന്നോട് ഒരു കാര്യം ചോദിച്ചു, നിന്റെ ആ ഗ്രൂപ്പിൽ നീ ഇങ്ങനെ ഇട്ടിട്ടില്ലേ, വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതാക്കാൻ പാടില്ല. അത് ഇട്ടെന്ന് പറഞ്ഞാല് ഈ ജിപ്സ എന്ന് പറയുന്ന അവരുടെയൊക്കെ ലൈവ് അത്ര പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു 24-25 ആൾക്കാർക്കൊക്കെ. അത് കാരണം അവർ ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് 3000-2000 ാണ് ഒറ്റ ലൈവിന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ് ഇടാൻ അത്രയും ആളുണ്ടാവില്ല. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വീഡിയോ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ 24 ആൾക്കാരെ ബുക്ക് ചെയ്യാൻ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോർ ഗ്രൂപ്പിൽ ഇട്ടത്. ഇത് അഡ്മിൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പല എമൗണ്ട് യൂസ് ചെയ്തതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയോണ്ട് പിന്നെയും മോഡൽസ് ആൾക്കാർ പുതിയ എക്സ്ക്ലൂസീവ് ഞാൻ ഇട്ടിട്ടുണ്ട് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പല ഇതിലും ഇടുമ്പോൾ നമ്മൾ അതിൽ കയറി പോകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ആ ഒരാളുടെ ഇതെടുത്തിട്ട് ഇതാക്കാനോ ഒരാളുടെ ലൈഫ് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടോ ചെയ്തതല്ല. ഇയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഓരോ ആൾക്കാരും സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കുന്ന തുണി അഴിച്ചുള്ള അവരുടെ ആട്ടങ്ങൾ അതെല്ലാം വേറൊരു ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ട് ഇവർ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി മാർക്കറ്റ് ചെയ്യുന്നു. അതിനകത്ത് പെട്ടുപോയ ഒരാളെന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ പെട്ടുപോയൊന്നുമല്ല. ഇവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവന് പൈസ തികയാതെ വന്നപ്പോൾ പല മോഡൽസും ഇത് വലിയ എമൗണ്ട് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവനിതൊരു ഗ്രൂപ്പായിട്ട് മാറ്റി ഇവൻ ആ ഗ്രൂപ്പിനകത്തേക്ക് വീണു പോയെന്നാണ് പറയുന്നത്. ഇത് ഒരാളുടെ കയ്യിലോ രണ്ടാളുടെ കയ്യിലോ നിൽക്കുന്നൊരു കാര്യമല്ല. കുറേ അധികം ആൾക്കാർ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിലൂടെ ഒരുപാട് പേരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവനവൻ്റെ ശരീരം കാണിച്ചുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ സബ്സ്ക്രിപ്ഷനെ എതിർക്കണം, ഇത് എടുക്കാൻ പോകുന്നവരെ എതിർക്കണം, ഇത് മാർക്കറ്റ് ചെയ്യുന്നവരെ എതിർക്കണം എന്ന് പറയുമ്പോൾ
പല ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്യും, അവരുടെ ജീവിതം അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് പെട്ടുപോകുന്ന സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, ടീനേജേഴ്സ്, ഇവരുടെ ലൈഫിന് ആര് സമാധാനം പറയും? അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഒക്കെ പുറത്ത് ലീക്കാവുമ്പോൾ അത് അവരിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ അവരെന്തെങ്കിലും കടുങ്കൈ കാണിച്ചാൽ ഇതിനാര് സമാധാനം പറയും? ഇത് സബ്സ്ക്രിപ്ഷനിൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവരുടെ കാര്യം. ഇനി അതല്ല, സ്വന്തം വീട്ടിൽ നിന്നിട്ട്, സ്വന്തം ബെഡ്റൂമിൽ നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകൾ, ഈ വീഡിയോകളും ഫോട്ടോകളും പുറത്ത് ലീക്കാവുന്നുണ്ട്. അത് എങ്ങനെ പോകുന്നു? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ വേദലക്ഷ്മി പറയുന്നുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. മറ്റുള്ളവരുടെ ലൈഫ് തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം സൈക്കോപാത്തുകളുടെ കൂട്ടായ്മ കൂടെയാണ് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകൾ. മോർഫിംഗ് കോണ്ടന്റ്സും ലീക്ക് കോണ്ടന്റ്സും മാത്രമല്ല, ലൈവിലും എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സിലും വന്ന് പണത്തിന് വേണ്ടി സ്വയം പ്രദർശന വസ്തുവായി മാറുന്ന സ്ത്രീകളും ഉണ്ട്. ടീനേജേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതെല്ലാം കണ്ട് വഴിതെറ്റുന്നത്. ഈ നെറ്റ്വർക്കിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഞാൻ കണ്ടെത്തിയ ആൾ. കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ടെലിഗ്രാം മാഫിയ തന്നെ ഉണ്ടെന്നാണ് ഇയാളിലൂടെ അറിയാൻ സാധിച്ചത്. എന്റെ ലിമിറ്റേഷൻസ് വെച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇത്രയും മാത്രമാണ്. വേദലക്ഷ്മി ഈ ഒരു വിഷയവുമായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് വേദലക്ഷ്മി ഇതിന്റെ പുറകെ നടക്കുന്നു? അവരുടെ ലൈഫിന് പോലും ത്രെട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയത്തിന് പുറകെ നടക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഉത്തരം അവരുടെ ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ അവർ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇന്റർവ്യൂവിൻ്റെ ഭാഗം ഒന്ന് കേൾക്കാം. ഈ ഒരു വിഷയത്തിന് പുറകെ ഇവരിത് 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 വീഡിയോ ഇതിൻ്റെ വരായികൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ 3ാമത്തെ വീഡിയോയിൽ ഇത് ചെയ്യുന്ന ഒരാളുടെ ഓഡിയോ ഉൾപ്പെടെയാണ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ശരിക്കും അവരുടെ ലൈഫിനെ പോലും ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തും സംഭവിക്കാം എന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അവർ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും. നമുക്കെന്തായാലും വേദലക്ഷ്മിയും രോഹനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ശരിക്കും നമ്മൾ ഭയങ്കര തമാശയായിട്ട് കാണുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പുരുഷന്മാരുടെ സൈഡിലെ പുരുഷയാത്രികൾ പറഞ്ഞ പോലെ നമുക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ദൈവം തന്നില്ലോ എന്നുള്ള രീതിയിലേക്ക് വരെ ഇതിന് ബാക്കി കാണുന്നു. ഇതിന്റെ പിന്നിലെ കഥകളും പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ഒന്നും കാണുന്നില്ല. ഇതിന്റെ എപ്പോഴും നേട്ടങ്ങളെ കുറിച്ചും വളരെ ലളിതമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസാരിക്കാൻ ഉണ്ടാവുന്ന ഒരു കാരണം ഇതിന്റെ പിന്നിലെ അപകടം തിരിച്ചറിയുന്നത് എങ്ങനെ? പരിചയത്തിലുള്ള ഒരാളുടെ ഒരു അത്ര പ്രൈവറ്റ് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള പിക്ചർ അത് ഇതാവുകയാണ്, ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യുവാണ്. ആള് അത് അപ്ലോഡ് ചെയ്ത പിക്ചർ അപ്ലോഡ് ചെയ്ത പിക്ചർ അല്ല, എവിടെയും സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്ന ഒരാളും അല്ല, ചാനലുള്ള ആളല്ല. അത് അങ്ങനെ പോകുമ്പോഴത്തേക്കും അങ്ങനെ അറിഞ്ഞ് വേറെ ടെലിഗ്രാമിൽ കണ്ടിട്ട് ആ കുട്ടിയുടെ ഫാമിലിയിൽ അറിയിച്ച് അവരത് പിന്നെ പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് തന്നെ മൂവ് ചെയ്തു. ഈ കുട്ടി പറയുന്ന മറുപടി എന്താ? എന്റെ അറിവോടെയല്ല, ആ കുട്ടി പറഞ്ഞ മറുപടി അല്ല. ഈ പിക്ചർ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ ജസ്റ്റ് മിററിന്റെ ഫ്രണ്ട് ചെയ്യുന്നിട്ടാണെങ്കിലും ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യാം, ഡ്രസ് എടുത്തിട്ട് അങ്ങനത്തെയൊക്കെയുള്ള ഫോട്ടോസ് അതുപോലത്തെയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണ്. സോ അത് പോയിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ട്രാക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന മീഡിയം ടെലിഗ്രാം ഗ്രൂപ്പ്സ് ആണെന്ന് അറിയുന്നത്. കേട്ടല്ലോ, അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു കുട്ടി അയാളുടെ ഫോട്ടോ ഇങ്ങനെ ലീക്ക് ആയതിന്റെ പേരിൽ അത് മനസ്സിലായപ്പോഴാണ് ഇവരിതിന്റെ പുറകെ കൂടിയത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഇത് പോകുന്നു? കാരണം ആ പെൺകുട്ടി ഇത് പുറത്ത് എവിടെയും പബ്ലിഷ് ചെയ്ത സാധനമല്ല, പബ്ലിഷ് ചെയ്ത പിക്ചർ അല്ല. അപ്പോൾ ഇതെങ്ങനെ പുറത്ത് പോയി എന്നറിയാൻ വേണ്ടി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷമാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കളികൾ ഇവർക്ക് മനസ്സിലാവുന്നതും ഇവരതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത്. ആ ഓഡിയോ ആണ് നമ്മൾ കുറച്ച് മുൻപ് കേട്ടത്. ബാക്കിയേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഒരാൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ആക്സസ് ഇതാണെന്ന് അറിയായിരുന്നു. അതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുമാണ് പല കാറ്റഗറീസ് ഉള്ളത് വരുന്നത്. അതിൽ നോൺ ഫേസസ് ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്, ഹൗസ് വൈഫ്സ്, കുട്ടികൾ, ടീനേജേഴ്സ്, അണ്ടർ ഏജ് ആയിട്ടുള്ള ടീനേജേഴ്സ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഇത് മാത്രം, ഫോട്ടോസും വീഡിയോസും മാത്രം. അങ്ങനെയല്ല, സെൽഫ്സ് കാറ്റഗറി അല്ല. സെൽഫ്സ് വിട്ടൊരു സെൽഫ്സിന്റെ അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ലൈവ് കോണ്ടന്റിൽ നിന്നോ എടുത്തതാന്ന് വിചാരിക്കാം. അല്ലാതുള്ളത് ഇത് എന്താണ് ഇതിൽ അന്വേഷണത്തിൽ എത്തുന്നത്? എങ്ങനെയാണ് ഇത്? ആളുടെ അറിവോടെയോ ആള് ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാത്ത പിക്കാണ്? ഷെയർ ചെയ്യാത്ത പിക്സ് ഉണ്ട്, ഷെയർ ചെയ്യുന്ന പിക്സ് ഉണ്ട്, വില്ലിംഗ്ലി ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് മാത്രം, ഇപ്പോൾ ഹസ്ബൻഡിനോ ബോയ് ഫ്രണ്ടിനോ മാത്രം ഷെയർ ചെയ്യുന്ന പിക്സ് ഉണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പോൾ എന്താ പറയണ്ടേ, ഫോണിന്റെ ഗാലറിയിൽ നിന്ന് ഡയറക്ട്ലി പോകുന്നതായിരിക്കാം. അങ്ങനത്തെയുള്ള പിക്ചേഴ്സ് കണ്ടപ്പോഴത്തേക്കുമാണ് ഈ കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു, എനിക്കത് ഉറപ്പായിട്ടും വേണം എന്നുള്ളത് തോന്നി. അതിന്റെ ബേസിസിലാണ് ടെലിഗ്രാമിന്റെ ഇതിലോട്ട് കിടക്കുന്നത്. ഇതും സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെടുന്നതിന് കാരണം ഇത്തരം വിഷയങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ഒരു പക്ഷേ നമ്മുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഷെയർ ചെയ്ത് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ പ്രൈവറ്റ് അക്കൗണ്ടുകൾ വരുന്നതിന് വിഷയം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അത് അത്രയും സൈബർ കേസുകളായിട്ട് മാറിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്വയമേ അവർ തയ്യാറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ കൃത്യമായിട്ട് ഒരു പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്ത് മറ്റവരിലേക്ക് എത്തുമോ എന്നുള്ളതിന്റെ സാധ്യതകൾ അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇതെവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? എല്ലാവർക്കും സബ്സ്ക്രിപ്ഷന്റെ കണ്ടന്റ് പുറത്തോട്ട് പോകുന്ന അറിയാത്തവരും ഉണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർക്ക് അറിയാം, അവർ ബാക്കിയുള്ളവരുടെ കണക്റ്റഡ് ആയിട്ട്. ഇതല്ലാത്ത ചെറിയ കുട്ടികളുണ്ട്. ഇപ്പൊ പഠിച്ചൊരു ജോലിയായിട്ട് മാത്രം, ഇപ്പം ഇന്ത്യ എന്നുള്ളൊരു കൺട്രി പോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി കുറെ കൺസ്ട്രെയിൻസ് ഉള്ളവർ നമുക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഒരു ഫേസ് കവർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കംപ്ലീറ്റ്ലി അവരുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്ത് വരില്ല എന്നുള്ള രീതിയിൽ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് എടുക്കുന്നവരെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് തന്നെ വൈഫ് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സ് കൊണ്ട് മാത്രം ഒരു മാസം 1 lakh rupees വരെ സമ്പാദിക്കാമെന്ന് തീരുമാനിച്ച് ചെയ്യുന്നവരുടെ കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു മൊറാലിറ്റി എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ്ലി താഴോട്ട് പോയിട്ട് ഇതങ്ങ് സർക്കുലേറ്റ് ചെയ്ത് കണ്ടു വഴി തെറ്റുന്നവർ എവിടെ തൊട്ട് കുഞ്ഞുങ്ങൾ തൊട്ടാ ഇത് പുറത്തോട്ട് വരുന്നത് നമ്മുടെ റീൽസിലൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ. അയ്യോ, നമ്മളിതൊന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും വേറെ ജോലിയില്ലേ,
അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ, കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരും നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി. ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരാണ്, ഈ പറയുന്ന നമ്മൾ തെറ്റുകാരാണ്. ഇനി ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകുന്ന നാറികളെയും പറയണം. ഈ മറ്റ് മറ്റ് സ്ത്രീകളുടെ ശരീരം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്ത് 180 രൂപയും 250 രൂപയും 390 രൂപയൊക്കെ കൊടുത്ത് അവനവൻ്റെ കുടുംബത്തിലേക്ക് പോകേണ്ട കാശിനെടുത്ത് ഇത്തരം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവരുടെ ശരീരം കാണാൻ വേണ്ടി പോകുന്ന കുറേ നാറികളുണ്ട്. അവരെയും പറയണം, ഈ എടുക്കാൻ പോകുന്നവരെ. ഈ എടുക്കാൻ ആളുള്ളപ്പോഴാണല്ലോ കൊടുക്കാനും താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരും പറയണം. ഒപ്പം ഈ പറയുന്ന സ്ത്രീകളെയും അവനവൻ്റെ ശരീരം കാണിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി ഭർത്താവ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബ് മെമ്പർഷിപ്പ് ലൈവുകളിൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, എൻ്റെ ഭർത്താവാട്ടോ അവിടെ നോക്കുന്നത്, എൻ്റെ ഭർത്താവ് അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ഇവനെയൊക്കെ തെരണ്ടിവാലുകൊണ്ട് അടിക്കണം, അതാണ് വേണ്ടത്. സ്വന്തം ഭാര്യയുടെ ശരീരം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന കുറേ മറ്റവന്മാർ, അങ്ങനെ ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. പിന്നെ മക്കളെ വളർത്താൻ വേണ്ടി, കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്, കാശുണ്ടാക്കുന്നത്. ഇതിലും ഭേദം പോയി വേറെ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നതാണ്. ഇങ്ങനെ മക്കളെ വളർത്തുന്നേക്കാളും നല്ലത് അതാണ്. ഇതിനകത്ത് പെട്ടു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികളാണ്. അവർ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഒന്ന് കണ്ടു കളയാം എന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് മന്തും ഈ പേയ്മെൻറ്റ് പോകുന്നത് ചിലപ്പോൾ ഈ പാരൻസ് അറിയണമെന്നില്ല, ഓട്ടോ പേ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ഫോണും മക്കളുടെ ഫോണും എപ്പോഴും ചെക്ക് ചെയ്യണം. മക്കളുടെ ഫോൺ പ്രത്യേകിച്ച് അവരെന്തൊക്കെ കാണുന്നു, എന്തൊക്കെ നോക്കുന്നു, ഗൂഗിൾ ഹിസ്റ്ററി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇവരെ വഴിതെറ്റിക്കാനുള്ള വകുപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അവസാനം എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ വന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല. ഞാനിത് പറയാൻ കാരണം 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിപ്പിച്ചളഞ്ഞു. കാര്യം ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ടെലഗ്രാം എടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ടെലഗ്രാം ഇല്ല, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടില്ല. പക്ഷേ അവരുടെ കോൺടാക്ട് നമ്പറിൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതൊരാണാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ടെലഗ്രാം എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു OTP ചോദിക്കും. ആ OTP വെച്ചിട്ടേ നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ ഉള്ളത്. ഞാനൊക്കെ എടുത്തേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ അവനത് ലോഞ്ച് ചെയ്യാൻ പറ്റി? ഇവരുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ അതേ ഫോൺ നമ്പർ അവൻ്റെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ OTP അവൻ്റെ ഫോണിലേക്ക് വരുള്ളൂ, അവൻ്റെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ പോവുക, ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക, ആ അക്കൗണ്ട് ടെലഗ്രാം അക്കൗണ്ട് ക്യാൻസൽ ചെയ്യിക്കുക, ബ്ലോക്ക് ചെയ്യിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ ടെലഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് പല കാര്യങ്ങളും അവൻ ചെയ്യാം. പെടുന്നത് ആരായിരിക്കും? ഈ ലേഡി ആയിരിക്കും. ഇവരുടെ നമ്പറാണ് പോയിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇത്തരത്തിൽ പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ബാക്കി വെക്കാം. ഈ കോണ്ടന്റ്സ് എന്തിനാ ഇത്രയും ചെയ്യുന്നത്? പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇതിന് തയ്യാറായിട്ട് പേയ്മെന്റ് വാങ്ങിയിട്ട് കാണാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിട്ടെ, ഇത്രയും കുറച്ച് പേർക്ക് അവരുടെ ആയിട്ടൊരു 100 പേരാണെന്ന് വിചാരിക്കുന്നു. ആ 100 പേർക്ക് വേണ്ടിയിട്ട് അവർ വീഡിയോസ് ഇടാൻ തയ്യാറാവുന്നു പേയ്മെന്റ് വാങ്ങിയിട്ട്. ഇതല്ലാത്ത കുറേ പേരിലേക്ക് 10,000-ലേക്കോ 1,00,000-ലേക്കോ ഇത് മാറുന്നു. അവർക്കത് പേയ്മെന്റ് കിട്ടുന്നത് വരുന്നു, അല്ലെങ്കിൽ ഇവരുടെ പ്രൈവസി എന്നുള്ള സാധനം ഈ പറഞ്ഞ 100 പേരിലേക്കും സ്ട്രേഞ്ചേഴ്സിലേക്ക് കൊടുത്തു വിടുമ്പോഴും രണ്ടും ഒന്നു തന്നെയല്ലേ? സെലിബ്രിറ്റീസ് ഇത് ചെയ്യുന്നു. They can. Then why can't I? അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എക്സാക്ട്ലി. പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അവർ തുടങ്ങുന്നുണ്ടല്ലോ, ഇവർ തുടങ്ങുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അവർ ആരെങ്കിലും എടുത്ത് വിമർശിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ്, ഇവരെ എന്താ നിങ്ങൾ നോക്കാത്തത്, എന്നെ മാത്രം തന്നെ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവന് ചെയ്യാം, ഇവന് ചെയ്യാം, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എന്നാൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നിട്ട് ഞാൻ ആ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കാശുണ്ടാക്കാം, എനിക്ക് കാശ് കിട്ടിയാൽ മതി. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇതിനടുത്ത് വെച്ച് പറഞ്ഞാലോ, സംസാരിച്ചാലോ, ഇതിനെതിരെ സംസാരിച്ചാലോ, അന്നേരം വരെ കുറേ കിങ്കരന്മാർ നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി പിന്നോട്ട് മാറുന്ന പ്രശ്നമല്ല. സബ്സ്ക്രിപ്ഷൻ അഗെയിൻസ്റ്റ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഏത് അവൾ തുടങ്ങിയാലും ഏതാവൻ തുടങ്ങിയാലും. ബാക്കിയേക്കാം. ഒരു സാധാരണ കുട്ടി ചെയ്തെന്ന് വിചാരിക്കാം. ഞാൻ അതിൽ തന്നെ ഇടപെട്ടോട്ടെ. ഇപ്പം അവരെ സെൽഫ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അത് അവരുടെ ന്യായമായിരിക്കും. ഇവരത് 100 പേർക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുന്നു. ഓക്കെ, ആ വരുന്നത് പേഴ്സണൽ ആളുകളോ അവരുടെ ബോയ് ഫ്രണ്ടോ റിലേഷൻഷിപ്പിക്കുന്ന ആളുകളോ ഹസ്ബൻഡോ വൈഫോ ഒന്നുമല്ല, അല്ലല്ലോ, സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ് പക്കം. ഇവരിൽ നിന്ന് ഇത് റെക്കോർഡ് ചെയ്യാൻ പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇതിനുള്ള സാധ്യതകൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാക്കാലോ. ഒന്ന്, ഇനി അങ്ങനെ തന്നെ നിലനിർത്തുക ചോദ്യം. ഇവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈ 100-ൽ നിന്നുള്ളത് 1000 ആയിട്ട് പോകുന്നു, അല്ലെ? എവിടെയാണ് അവരുടെ പ്രൈവസിനെ ബാധിക്കുന്നത്? ഇവരിലേക്ക് പോകുമ്പോൾ ഈ പ്രൈവസി ബാധിക്കുമല്ലോ. ഈ പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിനകത്തുണ്ടാവും. ആ പ്രൈവസി ഔട്ട് ആവുന്ന ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരുണ്ടാവും. ഉണ്ടാവുന്നില്ല, ഉണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന, ഇപ്പൊ ടെലിഗ്രാം മാഫിയയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നവരുണ്ട്, പൈസ വാങ്ങിച്ചിട്ടും ഇത് റിമൂവ് ചെയ്യാത്തവരുണ്ട്. ഇമേജസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവർ ഡയറക്റ്റ്ലി പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് തിരിയണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവരെ ലൈഫ് തന്നെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ കാര്യമുണ്ട്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ സബ്സ്ക്രിപ്ഷനിലൂടെ പുറത്തുവിടുന്ന നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒന്നും സേഫ് അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ പോലും അറിയാത്ത പല പ്ലാറ്റ്ഫോമുകളിലും എത്തുന്നുണ്ട്.
അത് കണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാശ് കൊടുത്ത് അത് മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷനിലെ കാശ് മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ ഇത് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് പോയിട്ട് മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും ഇട്ട് വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഭർത്താക്കന്മാർ കാണേണ്ട ശരീരം കാണുന്നത് ഉള്ള ഓരോരുത്തരുമാണ്. ഇതൊക്കെ ആരോടെ പറയേണ്ടെന്ന് അറിയില്ല, എത്ര പേരോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, എത്ര പേര് മനസ്സിലാക്കുമെന്ന് അറിയില്ല. നിങ്ങൾ രാത്രി 10 മണിക്ക് ശേഷവും അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമൊക്കെ നിങ്ങളുടെ ശരീരം കാണിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് കാത്തിരിക്കുന്ന ഒരുപാട് കഴുകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനകത്ത് ഈ ഓഡിയോ കേട്ടപ്പോൾ, ആദ്യത്തെ ഓഡിയോ കേട്ടപ്പോൾ അതിനകത്തൊരു പേര് പറയുന്നുണ്ട്. ഒരു നടിയുടെ പേരാണ്, ഒരു സിനിമാ നടിയുടെ പേരാണ് പറയുന്നത്. പക്ഷേ അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബീപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ. ആ പേര് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ പേരാണ്. അങ്ങനെ ഒരു നടിയുണ്ട്, അവർ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ചെയ്യുന്ന ലേഡിയാണ്, ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡിയാണ്. മനസ്സിലായോ? ഇവരുടെയൊക്കെ വീഡിയോകൾ എത്രമാത്രം സർക്കുലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ചിന്തിക്കുക. അവർ പോലും അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ സബ്സ്ക്രിപ്ഷനെ മിസ്യൂസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല, മെമ്പർഷിപ്പ് ലൈവുകളും ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. ഈ പെയ്ഡ് ലൈവുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഇത് ഈ ചെയ്യുന്നവർക്ക് പോലും ഒരു ധാരണയില്ല ഇതിനെക്കുറിച്ച്, ഇതെങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്, ചെയ്യപ്പെടുന്നുള്ളത്. ഇവരൊന്നും അങ്ങനെ ടെലഗ്രാമിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഇതൊക്കെ ആരോടെ പറയേണ്ടത്? ഈ നാട്ടിലുള്ള എനിക്കൊന്ന് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ കോണ്ടന്റുകൾ ചെയ്യുന്നെന്ന് തോന്നുന്നു. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? മക്കളെ വളർത്താൻ, കുടുംബം പുലർത്താൻ. ബാക്കി കേൾക്കാം. ഈ സബ്സ്ക്രിപ്ഷനിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എല്ലാത്തിനും ഫോൺ റെക്കോർഡിങ്ങിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് അത്രത്തോളം മനസ്സിലാക്കാത്തവരാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ടെലിഗ്രാം നമുക്ക് എത്ര മെമ്പേഴ്സ് ഉള്ളതെന്നല്ല, പല പല രീതിയിലുള്ള ചാനൽസ് ഉണ്ട്. അതിൽ ചെറിയ തൊട്ടുള്ള കോntacts വെച്ചിട്ട് ഇത്രയും എന്താ പറയണ്ടേ, ലോകം കണ്ടിട്ടില്ലാത്ത, ഇത് പുറത്തോട്ട് ഇത്രയും എക്സ്റ്റെൻഡിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന അറിയാത്തവര് ചെയ്യുന്നുണ്ട്. ചെറിയ ഇതിനപ്പുറത്തെ ഒരു ചിന്ത കൂടി ഇല്ലേ, വളരെ എളുപ്പം, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈസി മണി എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ ചിന്ത മുൻപ് വന്നേക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരും ചെയ്യുന്നുണ്ടല്ലോ, എപ്പോൾ നമുക്കും ചെയ്യാം എന്ന് ചിന്തിപ്പിക്കുന്നിടത്താണ് ഇത് കുറേ കൂടിയും ഇത് രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിലോട്ട് പോകാതെ ഭയങ്കര ഈസി ആയിട്ട് ഇതിലോട്ട് പോകാൻ തയ്യാറാവുന്നല്ലേ. എവിടെ ശരിക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എവിടെ എന്നുള്ളത് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടാതെ മാറ്റാൻ പറ്റത്തില്ല. ഒന്നാമത് ഇപ്പൊ ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലല്ല, പക്ഷേ വീടെന്നുള്ളൊരു ഇതിൽ മാത്രം നിന്നിട്ടൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോണ്ടന്റ്സിന് ഇപ്പോൾ ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് പറ്റത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു ഹിൻഡ്രൻസും സബ്സ്ക്രിപ്ഷനോ ലൈവോ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് വരുമ്പോഴത്തേക്കും വരുന്നില്ല. എക്സാക്ട്ലി. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മളൊരു കാര്യം, ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വീഡിയോ ആഡ് സ്യൂട്ടബിലിറ്റി അടിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വരുന്നില്ല? ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ചില വാക്കുകളിൽ പോലും പിടിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ എന്തുകൊണ്ട് ഈ സ്ത്രീകളുടെ ശരീരം കാണിക്കുന്നതിൽ ആ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല? അതിനെ ഇങ്ങനെ തുറന്നടിച്ചങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ശരിക്കും സർക്കാർ ഇതിന് നടപടി എടുക്കേണ്ടതാണ്. അത് കേരള സർക്കാരിന് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. അവർ ഈ പറയുന്ന മെറ്റയ്ക്കോ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾക്കോ ഇത് നിർത്തലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോം നിർത്തലാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതുവഴി, ഈ സബ്സ്ക്രിപ്ഷൻ വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ താര കല്യാൺ, അവരെ പോലുള്ള ആൾക്കാർ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഇത്തരം കോണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർ, ഈ ശരീരം കാണിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരുടെ കോണ്ടന്റുകൾ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു നിയമം ഇന്ത്യയിൽ വരണം. ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരാണ്. ഒരുപാട് പേരുടെ ചാനലുകൾ അങ്ങനെ ആയിട്ടുണ്ട്. പലരും അത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഇത്തരം ആൾക്കാരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ടീമുകൾ, ഇത്തരം ആൾക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഒന്ന് നിർത്തലാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഈ ഇൻ്റർവ്യൂ ജിഞ്ചർ മീഡിയയിൽ വന്ന ഇൻ്റർവ്യൂ ആണ്. കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം 26 മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ അടുത്തൊരു സംസാരിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ഒരുപാട് നീണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ, ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ ലീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.